PSC ചാറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലേ. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരു ജനിച്ച സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ശ്രീനാരായണ ഗുരു ജനിച്ച സമയത്തെ തിരുവിതാംകൂർ മഹാരാജാവ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ കാര്യം പറഞ്ഞു. 1903 SNDP, 1904 SNDPയുടെ മുഖപത്രമായ വിവേകോദയം, ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഈ വിവേകോദയത്തിനെ പറ്റി പറയുമ്പോൾ ആ SNDPയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് നൽകാൻ ഒരു കാരണമുണ്ട്. സ്വാമി വിവേകാനന്ദനോടുള്ള ആദര സൂചകമായിട്ടാണ് വിവേകോദയം എന്ന പേര് SNDPയുടെ മുഖപത്രത്തിന് നൽകിയത്. സ്വാമി വിവേകാനന്ദനോടുള്ള ആദര സൂചകമായിട്ടാണ് വിവേകോദയം എന്ന പേര് മുഖപത്രത്തിന് നൽകിയത്. പിന്നീട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ പറയാനുണ്ട്. ആ വർഷങ്ങളും അതിൽ നടന്ന സംഭവങ്ങളും നമുക്ക് ഓരോന്നായിട്ട് പറയാം. ആദ്യം 1904 തന്നെ 1904 എന്താണ് നടന്നിരുന്നത്? SNDPയുടെ മുഖപത്രമായ വിവേകോദയം നിലവിൽ വന്നത് 1904 അതുപോലെ തന്നെ 1904 തന്നെയാണ് ശിവഗിരി മഠം സ്ഥാപിച്ചത്. ശിവഗിരി മഠം സ്ഥാപിച്ചതും 1904 തന്നെ ആയിരുന്നു. പിന്നീടുള്ള വർഷം എന്ന് പറയുന്നത് 1908 ഈ 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത്. എവിടെയാണ്? തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം എന്നായിരുന്നു? 1908 ഇനിയുള്ള വർഷം എന്ന് പറയുന്നത് 1912 1912 എന്താണ്? നമ്മുടെ ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തി. ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം എന്നായിരുന്നു? 1912 ഈ ശാരദ ക്ഷേത്രം എന്ന് പറയുന്നത് അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ശാരദാ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ പ്രതിഷ്ഠ നടത്തിയത് 1912 ഇനി 1913 1913 എന്താണെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആലുവ അദ്വൈതാശ്രമം. ആലുവയിലെ അദ്വൈതാശ്രമം നിർമ്മിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 1913 ഈ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് സർവമത സമ്മേളനം നടത്തിയതല്ലേ. അപ്പോൾ ഈ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര എന്നായിരുന്നു ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 1904 ശിവഗിരി മഠം, 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, 1912 ശാരദ പ്രതിഷ്ഠ നടത്തി. അവിടെ ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തി. അതുപോലെ തന്നെ 1913 ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ആ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യമായിരുന്നു ഓം സാഹോദര്യം സർവത്ര. ഇനി നമുക്ക് പറയാനുള്ളത് ആലുവ സർവമത സമ്മേളനത്തെ പറ്റിയാണ്. 1924 ആലുവയെ വെച്ച് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തുന്നത്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കാം. ആലുവ സർവമത സമ്മേളനം 1924 ആലുവ സർവമത സമ്മേളനം നടന്നത്. എവിടെ വെച്ചായിരുന്നു? പെരിയാറിൻ്റെ തീരത്തുള്ള അദ്വൈതാശ്രമത്തിൽ വെച്ചായിരുന്നു നടന്നത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് അന്നത്തെ മദ്രാസ് ജഡ്ജിയായിരുന്ന ടി സദാശിവ അയ്യർ ആയിരുന്നു. അന്നത്തെ മദ്രാസ് ജഡ്ജിയായിരുന്ന ടി സദാശിവ അയ്യർ ആയിരുന്നു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഈ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം എന്തെന്നാൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ഇതായിരുന്നു ഈ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയതും ഈ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1924 ആലുവ സർവമത സമ്മേളനം നടന്നത് അദ്വൈതാശ്രമത്തിൽ വെച്ച്. അതിൻ്റെ അധ്യക്ഷനായിരുന്നത് അന്നത്തെ മദ്രാസ് ജഡ്ജിയായിരുന്ന ടി സദാശിവ അയ്യർ ആയിരുന്നു. ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ഇനി ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത്. ആലുവ സർവമത സമ്മേളനത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ശ്രീനാരായണ ഗുരു സഞ്ചരിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സഞ്ചരിച്ച ഏക വിദേശ രാജ്യം. ഗുരു ശ്രീലങ്കയിൽ പോയിട്ടുള്ളത് 2 തവണയാണ്. 1918 1926 1918 1926 ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സഞ്ചരിച്ചത്. ഈ ശ്രീലങ്ക സഞ്ചരിച്ച സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രം, അതായത് 1918 ശ്രീലങ്ക സഞ്ചരിച്ച സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്നത് കാവി വസ്ത്രമായിരുന്നു ഈ ശ്രീലങ്ക സഞ്ചരിച്ച സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്നത്. ഈ ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മലയാളിയായ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഈ ശ്രീനാരായണ ഗുരു മരിക്കുന്ന സമയത്ത്, ഈ ശ്രീലങ്ക സഞ്ചരിച്ച സമയത്ത് ധരിച്ചിരുന്നത് കാവ്യവസ്ത്രമായിരുന്നു. മരണസമയത്ത് ധരിച്ചിരുന്നത് വെള്ള വസ്ത്രമായിരുന്നു. മരിക്കുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്നത് വെള്ള വസ്ത്രവും ശ്രീലങ്ക സഞ്ചരിച്ച സമയത്ത് കാവ്യ വസ്ത്രവുമായിരുന്നു. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് കാവ്യ വസ്ത്രം ധരിച്ചതും ഈ ശ്രീലങ്ക സഞ്ചരിക്കുന്ന സമയത്തായിരുന്നു. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീലങ്കയിൽ ഒരു സംഘടന സ്ഥാപിച്ചിരുന്നു. അതാണ് സിലോൺ വിജ്ഞാനോദയം യോഗം. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയം യോഗം. ശ്രീനാരായണ ഗുരുവിനെ 1999 ഡിസംബർ 31 ഒരു പ്രശസ്ത പത്രം നൂറ്റാണ്ടിലെ മലയാളി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ നൂറ്റാണ്ടിലെ മലയാളി എന്ന് വിശേഷിപ്പിച്ച ദിനപത്രമാണ് മലയാള മനോരമ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഗുരു ശ്രീലങ്ക സഞ്ചരിച്ച വർഷങ്ങൾ, അതുപോലെ തന്നെ സിലോൺ വിജ്ഞാനോദയ യോഗം. അതെന്തായിരുന്നു? ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയം യോഗം. പിന്നെ 1999 ഡിസംബർ 31 മലയാള മനോരമ ശ്രീനാരായണ ഗുരുവിനെ നൂറ്റാണ്ടിലെ മലയാളി എന്ന് വിശേഷിപ്പിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ സ്ഥലങ്ങളെക്കുറിച്ചാണ്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് 2 സ്ഥലങ്ങളിലാണ്. കളവൻകോടവും ഉല്ലലയും. കളവൻകോടം അതുപോലെ തന്നെ ഉല്ലല, ഈ 2 സ്ഥലങ്ങളിലാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടവും അവസാനമായിട്ട് നടത്തിയത് ഉല്ലലയിലുമാണ്. ഈ ഉല്ലലയിൽ പ്രതിഷ്ഠിച്ചത് പ്രണവമന്ത്രം എഴുതിയ കണ്ണാടിയാണ്. ഉല്ലലയിൽ പ്രതിഷ്ഠിച്ചത് അഹം ബ്രഹ്മാസ്മി എന്ന തത്വമായിരുന്നു ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ മുന്നോട്ട് വെച്ചത്. എന്താണ് അഹം ബ്രഹ്മാസ്മി? അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ 2 സ്ഥലങ്ങളാണ് കളവൻകോടവും ഉല്ലലയും. ആദ്യം നടത്തിയത് കളവൻകോടവും രണ്ടാമത് നടത്തിയത് ഉല്ലലയിലുമാണ്. ഉല്ലലയിൽ പ്രതിഷ്ഠിച്ചത് പ്രണവമന്ത്രം എഴുതിയ കണ്ണാടിയാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ഒരു സ്ഥലമുണ്ട്, വിളക്കമ്പലം. തൃശ്ശൂർ ജില്ലയിലുള്ള വിളക്കമ്പലത്താണ് ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത്. അതുപോലെ തന്നെ ഓം എന്നെഴുതിയ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? മുരുക്കുംപുഴയിലാണ്. മുരുക്കുംപുഴ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിലാണ് ഓം എന്നെഴുതിയ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ ഇത്രയുമാണ് പ്രതിഷ്ഠ നടത്തിയതിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. എന്താണ്? വിളക്കമ്പലവും മുരുക്കുംപുഴയും. വിളക്കമ്പലത്ത് നിലവിളക്ക് പ്രതിഷ്ഠ, അതുപോലെ തന്നെ മുരുക്കുംപുഴയിൽ ഓം എന്നെഴുതിയ പഞ്ചലോഹ വിഗ്രഹം, പിന്നെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടവും ഉല്ലലയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റി. ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, കണ്ടുമുട്ടലുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.